മക്കളെ, നമ്മൾ എന്തിനായി ഭൂമി ജീവിക്കുന്നത്? ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഉത്തരം പറയും. വൈ ഷുഡ് വി ലീവ് ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത്? എന്തിനാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത്? അതുകൂടി എങ്ങനെയാണ് ഒറ്റയിടത്തിലുണ്ടോന്ന് നോക്കി. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. വി ഡു നോട്ട് നോ വൈ വി ലീവ് ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത്. എന്തിനാ ജീവിക്കുന്ന ഒരെണ്ണത്തിന് അർത്ഥമില്ല. ഇത് ഒരു ചോദ്യം, നിസ്സാര ചോദ്യമാണ്. ഇത് സത്യമായി ഞാൻ ഈ പറയുന്നത്. ഇവനൊക്കെ എന്തിനാണ് എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ദിവസവും 1ഉം 2ഉം കുടുംബ കൗൺസിലിംഗ് ഇല്ലാത്ത ദിവസമില്ല. ഇന്ന് 2 ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അത് ഒരു സിസ്റ്ററിൻ്റെ ആങ്ങളുടെ ഞാൻ പിന്നത്തേക്ക് മാറ്റി. എന്നതാ ഇതുങ്ങൾക്ക്? ഞാൻ ഇത്ര റിസർച്ച് നടത്തിയല്ലോ ഈ 2800 പേർക്ക്. ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, ഒരു 5% ദമ്പതികൾക്ക് ഈ വീടിൻ്റെ അർത്ഥം എന്താണെന്ന് യാതൊരു പിടിയിൽ. ശകലം നമസ്കാരം കേൾപ്പിച്ചു, ഞാൻ പള്ളി വികാരിയായിട്ട് ഇരുന്നിട്ടുള്ള മനുഷ്യനാണ് വർഷങ്ങളോളം ചങ്ങനാശ്ശേരി തിരുപതിയിൽ. 2 മണിക്കൂർ ഇരുത്തി കുറെ പൊള്ളുന്ന പരമാർത്ഥങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ കുറി കൊടുക്കുകയില്ല. കുമ്പസാരം എന്നതാ, വേദപുരാണം എത്രയാ, ഒരെണ്ണം കല്യാണത്തിന് കുറി. എന്നതാ ഇത്? എടാ, ഒരു അച്ഛനാകാൻ 14 കൊല്ലം പഠിച്ചു. ഒരു അച്ഛന് ജന്മം കൊടുക്കുന്ന ഒരു അപ്പനത് എത്ര വർഷം പഠിച്ചാലാ? ഇതിൻ്റെ വിവിധ വശങ്ങളൊന്നും പഠിക്കണ്ടേ? ഇത് ഞാൻ ചോദിച്ചു, നമ്മൾ എന്തിനാ ഭൂമി ജീവിക്കുന്നത്? ഒരു ഉത്തരവില്ല. പിള്ളേർ രണ്ടായില്ലേ, എന്തിനാ ജീവിക്കുന്നത്? എങ്ങനെ സില്ലാമ കണ്ടോ ഇരുന്ന് വേർക്കുക. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത് ജീവിതത്തിനൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ഇന്നത്തെ ദിവസം തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, മനഃശാസ്ത്രം, കാനൻ ലോ, സുവിശേഷം ഇത്രയും കൊണ്ടുവരും. ഭാരതീയ ദർശനം, നമ്മൾ ഭാരതീയരാണല്ലോ, എല്ലാം അതിനകത്ത് മിക്സ് ചെയ്യും ഉള്ള സമയം കൊണ്ട്. പിന്നെ മനഃശാസ്ത്രത്തിനൊരു ചൊല്ലുണ്ട്, എവറി ആക്ഷൻ ഹാസ് ആൻ എയിം എന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശമുണ്ട്. കുളിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു വാച്ച് കെട്ടുന്നു, മൈക്ക് കൈ പിടിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ഒരു പള്ളി പണിയുന്നു, എന്തിനും ഒരു വണ്ടി വാങ്ങിക്കുന്നു, എന്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഇതുപോലെ എന്തിനാ ജീവിക്കുന്നത്? അച്ഛാ, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ഉത്തരം കിട്ടിയോ? ഒന്ന് പ്രതികരിച്ചോ? ഉണ്ടോ? നിങ്ങൾ അനങ്ങാമൂളിയായിട്ട് കള്ളടിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ എന്തിനാ ജീവിക്കുന്ന? ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ കാര്യത്തിലേക്ക് പതുക്കെ വരിക, 1ാം നടയിലോട്ട് കയറുക. എന്താ നമ്മുടെ ലക്ഷ്യം? അവിടുന്ന് തുടങ്ങിയാലേ ശരിയാകുള്ളൂ. എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? ഭാര്യ വന്നിട്ടുണ്ടോ? പേരെന്നതാ? ജോമോള്. എവിടെയാ? എഴുന്നേറ്റ്. നീ എന്നാ ഭാഗ്യവതി അടി. ഈ ചെറുക്കന് ഇത്ര കാഴ്ചപ്പാടുള്ള ഒരു കെട്ടിയതിൻ്റെ ഭാര്യയല്ലേ ഭാഗ്യവതി. അതെ, നിത്യജീവൻ. അപ്പം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും മരിക്കുമോ? ഇവിടെ അതിന് ഉത്തരവില്ലേ? എപ്പോഴാ ഉരുൾ പൊട്ടത്തിനെന്ന് അറിയത്തില്ല. അനങ്ങാതിരുന്നോണം കേട്ടോ. മരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മൾ മരിക്കും, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് പതുക്കെ കയറി വരുന്നത് നിങ്ങൾ മനസ്സിൽ. ഏതായാലും മരിക്കും, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു കാഴ്ചപ്പാട് തരിക. ഞാൻ ആദ്യം കൂടെ തറയൊന്ന് ഉറപ്പിക്കട്ടെ. മക്കളെ, മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ജീവിക്കുന്നത് മരണാനന്തരം ഒരു ജീവിതമുള്ളത് കൊണ്ട്. ഒന്ന് ചിന്തിച്ച്. ഞാൻ ഏത് കാര്യം, ഏത് പോയിന്റ് പറഞ്ഞു വരുമ്പോഴും ഉടനെ ഞാൻ സുവിശേഷം ഉദ്ധരിക്കാൻ പോവുകയാണ്. യേശു തമ്പുരാനെ കുരിശത്തറച്ചു കഴിഞ്ഞ് 2 അവന്മാരെ അപ്പുറത്ത് 2 കള്ളന്മാരെ കുരിശത്തറച്ചു. ഒരുത്തിനവിടെ കിടന്നിട്ട് പറഞ്ഞു, എടാ നീ ദൈവമാണ്, ഞങ്ങളെ കൂടെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കാം. ഏത് വശത്ത് കിടന്ന കള്ളൻ അത് പറഞ്ഞത്? ഉറക്കെ പറ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇടത് വശത്ത്. നിങ്ങൾക്ക് അറിവ് എവിടെ നിന്ന് കിട്ടിയതാ? എവിടെ നിന്ന് കിട്ടി? കാരണം ഏത് വശത്ത് കിടന്ന കള്ളനാത് പറഞ്ഞതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഒരു പണ്ഡിതനും അറിയത്തില്ല. കാരണം അതിനകത്ത് പിന്നെ ലൂക്കായുടെ സുവിശേഷം 21ാം അധ്യായത്തിനകത്ത് കിടക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാ, കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു. അതാണ് ആ വാചകം. ഏത് വശത്ത് കിടന്ന ഒരു പിടിയില്ല. ആർക്കും അറിയത്തില്ല. ഒരു പണ്ഡിതനും അറിയത്തില്ല. ഒരുത്തം പറഞ്ഞെന്നേ അറിയത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഇതാ ഞാൻ ഈ പറയുന്ന കാഴ്ചപ്പാടില്ലെന്ന്. ഏതായാലും മറുവശത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടെ നോക്കണം. You shall be with me today yourself in paradise. നീ ഇന്ന് തന്നെ എന്നോടുകൂടി പരദീസയിലായി. അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ. അപ്പൊ ഇവന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഇതിനപ്പുറത്തൊരു രാജ്യം ഉണ്ടെന്ന്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനപ്പുറത്തൊരു രാജ്യം ഉണ്ടെന്ന് ഇവന് വ്യക്തമാണ്. അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പം എന്നെ കൂടി ഒന്ന് ഓർക്കണമെന്ന് ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകണം. ഈ ഒരു ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അർത്ഥാഗ്രഹേ നിവർത്തന്തേ ശ്മശാന പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തമെന്ന് വെച്ചതി എന്ന് പറഞ്ഞാൽ, ഭാരതീയ ദർശനത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പണം, പ്രതാപം, സ്വത്ത്, സമ്പത്ത്, പേര്, പെരുമ, കീർത്തി, പൊന്നാട്, അവാർഡ്, റിവാർഡ്, പിന്നെ വലിയ കോടീശ്വരന്മാർ, അതുപോലെ സ്വർണ്ണങ്ങൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ എല്ലാം ഗ്രഹേ നിവർത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പണവും പ്രതാപവും സ്വത്തും സമ്പത്തും പേരും പെരുമയും പൊന്നാടയും അവാർഡ് റിവാർഡ് കിട്ടുന്നതെല്ലാം ഗ്രഹേ നിവർത്തുന്നത്. നാളെ നിന്റെ ശവമഞ്ചം എടുക്കുമ്പോൾ ഇതെല്ലാം വീട്ടിൽ തങ്ങി നിൽക്കും. ദൈവത്തെ ഓർത്ത് പ്രായമാകുമ്പോൾ നിങ്ങൾ ഈ മാലയെല്ലാം കളഞ്ഞേച്ചു വെന്തിങ്ങായും കൊന്തയും മാത്രം കഴുത്തേൽ ഇടാവൂ. കാരണം ഇതും കൊണ്ട് മരിച്ചാൽ നിങ്ങളുടെ പെൺമക്കളെ അടിയും വഴക്കുണ്ടാക്കും കിടന്നുണ്ട്. ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. അമ്മ എന്നോട് മാല കൊണ്ടുപോകണം പറഞ്ഞായിരുന്നു. എൻ്റെ കൊച്ചിന് വള കൊടുത്തേക്കാന്ന് പറഞ്ഞത്, കടക്കൻ എൻ്റെ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കമ്മൽ എൻ്റെ കൊടുത്തേക്കാന്ന് പറഞ്ഞതാണ്. ഇത് പ്രശ്നമാണ്.
നേരെ മറിച്ച് ഒരു വെന്തിങ്ങായും കൊന്തയും പഴുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ 7-നും 25-നും 40-നും ഈ പെമ്മകളെല്ലാം വരും. അല്ലെ ഒരെണ്ണം പേര് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴേ ഓർക്കണം അതൊക്കെ. അതിന് മനസ്സിൽ കരുതിക്കണം. സ്ഥിരം കണ്ടു മടുത്ത് കിടക്കുക. ഇതുങ്ങളെ തമ്മിൽ ഇച്ചിരി സ്വർണ്ണത്തിന് വേണ്ടി അമ്മ മരിച്ച പ്രശ്നമില്ല. അതിന് മുമ്പ് 2 രൂപ മാല എടുത്തൊരു പശുണ്ട്, അതിനെ കൊണ്ടുകൊള്ളാൻ വരുന്നത്. മാല എന്നിട്ട് എടുത്തോളം വരുന്നത്, എൻ്റെ കൊച്ചിന് വള കൊടുത്തേക്കാൻ എന്തോ അടിയും വഴക്കുക, ഒരു കാഴ്ചപ്പാടുമില്ല. അപ്പോൾ അർത്ഥാഗ്രഹേ നിവർത്തന്ത് വെട്ടിപ്പിടിച്ചെന്ന് വാരിക്കൂട്ടുന്നതും എല്ലാം വീട്ടിൽ തങ്ങി നിൽക്കും. ശ്മശാന പുത്ര ബാന്ധവ, പുത്രന്മാരും ബന്ധുക്കളും കുഴിമാടന്മാർ വരും. അത്രേ ഉള്ളൂ. എത്ര കൈപിള്ളൊക്കെ നടക്കുന്നത്. പൊന്നു മക്കളെ, അതിനപ്പുറത്തേക്ക് നിന്റെ പെട്ടിക്കത് ശോമഞ്ചത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് സമ്പാദിക്കാൻ. സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തം അനുഗച്ഛതി. നമ്മുടെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, ജീവൻ കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്, മനസാക്ഷി കൊണ്ട്, കഴിവ് കൊണ്ട്, അറിവ് കൊണ്ട്, സ്വാധീനം കൊണ്ട്, പണം കൊണ്ടൊക്കെ എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക. അത് മാത്രമേ കൊണ്ടുപോകാനുണ്ടാവുകയുള്ളൂ. ഇതാ ഭാരതീയ ദർശനത്തിൽ കിടക്കുന്നത്. ഇത് ഈശോ അപ്പുറത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കും. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ഞാൻ പ്രതിഫലം കൊടുക്കും. നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, മക്കളെ, നിങ്ങൾക്കൊരു പഞ്ചവിളിയുണ്ട്. നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ കുടുംബക്കാരെ, ഭാര്യാഭർത്തമാരെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വൈദികൻ, നിങ്ങൾക്ക് പഞ്ചദൈവവിളിയുണ്ട്. ഈ 5 ദൈവവിളിയിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണമെന്ന് ഈശോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. 1, മനുഷ്യനായിട്ട് ജീവിക്കുക. 2, പുരുഷന് സ്ത്രീയുമായിട്ട് ജീവിക്കുക. 3, കത്തോലിക്കനായിട്ട് ജീവിക്കുക. 4, ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുക. 5, അപ്പനും അമ്മയായിട്ട് ജീവിക്കുക. ഒരു പഞ്ചവിളിയുണ്ട്. ഈ പഞ്ചവിളിയെക്കുറിച്ച് പറഞ്ഞ സുരേഷത്തിന് 5 ദിവസമെങ്കിലും വേണം. അതാണ് നമുക്ക് ഒരു കൊള്ളത്തെത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് അല്പം ഒന്ന് ഓടിച്ചു കൊണ്ടുപോകും. 1, മനുഷ്യനായിട്ട് ജീവിക്കുക. പത്രം ദിവസവും വായിച്ചാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട എന്തുമാത്രം ഭാര്യാഭർത്താക്കന്മാരെ ദിവസവും കാണുന്നത്. നൊന്ത് പ്രസവിച്ച് ഒരു കൊച്ചിൻ്റെ കാലെ പിടിച്ചിട്ട് ഭിത്തിക്കിട്ടടിക്കാൻ ഒരു തള്ളയെ കൊണ്ട് പറ്റുമോ? മൃഗങ്ങൾ ചെയ്യുമല്ലോ. സ്വന്തം കൊച്ചിനെ എടുത്ത് നാട്ടിലോട്ട് എറിയുക എന്ന് പറഞ്ഞാൽ, പ്രസവിച്ച് 2 പിള്ളേരെ തള്ളിയിട്ട് വെച്ച് സ്നേഹിച്ച് വേറെത്തിന് പുറകെ പോകുക എന്ന് പറഞ്ഞാൽ മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ടോ? ദിവസവും പത്രത്തിൽ കാണുന്നത്. പണ്ടത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്നതാ ഇപ്പം നടക്കുന്ന ഓരോ കാര്യം. മനുഷ്യത്വം എന്ന് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. പിറന്ന വീടും നാടും കൂടും തന്തയും തള്ളേ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, പാട്ടുകാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, സ്നേഹിതരെ എല്ലാം ഇട്ടച്ച് പെണ്ണിൻ്റെ പുറകെ ഇറങ്ങുന്നില്ല. അത് ജീവിതം കൊടുക്കണ്ടായോ? പേരെന്നാന്ന് പറഞ്ഞ്? നിക്സൺ. മോളുടെ വീട്ടുപേരെന്നാ? വീട്ടുപേര് പേരെന്നതാ? തെക്കേക്കുറ്റയിലെ ജോമോള് പ്രസവിക്കുമ്പം ആ കൊച്ചു എവിടുത്തിയാ? തെക്കേക്കുറ്റയിലെ ജോമോള് പ്രസവിക്കുമ്പോൾ ആ കൊച്ചു എവിടുത്തിയാ? ഒന്ന് പറഞ്ഞേ, എവിടുത്തിയാ? നിന്റെയാ ആണോ? അപ്പം നീ ചിന്തിക്കേണ്ട എന്നതാ? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അവൾ പയറ്റിക്കൊണ്ടു നിന്റെ കൊച്ചിനെ. പഴയ നിയമത്തിൽ 2 ചോദ്യമുണ്ട്. വേർ ആർ യു? അത് ആദമനോടാ ചോദിച്ചത്. വേർ ഈസ് യുവർ ബ്രദർ? കയനോടാ ചോദിച്ചു. എന്തിനാ ഞാൻ നിനക്ക് തന്ന പെണ്ണ്? തന്നെ ഉത്തരം പറയണം. നീ അവിടെ പുറകെ പോകുകയല്ലേ ചെയ്തത്, അവൾ നിന്റെ പുറകെ പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകട്ടെ. അതുകൊണ്ട് മനുഷ്യത്വത്തോടെ പെരുമാറുക. അതുകൊണ്ട് ഒരു പുരുഷൻ മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ അവന് എന്ത് തെറ്റ് കാണിച്ചാലും ഇങ്ങനെ ഒരു വിരൽ ഇതകത്ത് വെക്കാൻ പറ്റുകയില്ല. നിരൂപിക്കാനോ ചീത്ത പറയാനോ പിച്ചു പറിക്കാനോ നുള്ളി പറിക്കാനോ പറ്റില്ല. അവനത് ചെയ്യുന്നെങ്കിൽ അവൻ മൃഗമാണ്, മൃഗത്തിന് ജനിച്ചവനാണ് അവൻ. മനസാക്ഷിയുള്ള മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാരണം ഈശോയുടെ മുമ്പിൽ ഞാൻ ഏതോ ഒരു അപ്പനും അമ്മയും കൂടെ താനൊരു ചുമരിച്ച് വളർത്തിയെടുത്തത്. ആ പെണ്ണ് അവളുടെ നാടും വീടും കൂടും സ്വന്തക്കാര്, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, പാട്ടുകാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, സ്നേഹിതർ ഓടി നടന്ന് സാറ്റി കളിച്ച് വെട്ടി കളിച്ച് കിടന്നുറങ്ങി മുറി എല്ലാം വിട്ടച്ച് ഒരുത്തൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിരിക്കുക. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അവൾ വൈദ്യുകൊണ്ട് നടന്നത് നിന്റെ കൊച്ചിനെയാണ്. അത് നീ ഓർത്തോണം. അതുകൊണ്ട് ആദിയിലുണ്ടായിരുന്ന ചോദ്യം പോലെ, കായനോട് ചോദിച്ച പോലെ, ആബേലിനോട് കായനോട് ചോദിച്ച പോലെ നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്താ പെണ്ണെന്തിയടാ? എന്താടാ അത് കരയുന്നത്? അതിൻ്റെ കണ്ണനാടാ നനഞ്ഞിരിക്കുന്ന ഉത്തരം കൊടുക്കണം. കൊടുത്തേ പറ്റൂ. ഉത്തരം കൊടുക്കാതെ ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കുടുംബത്തിൽ മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കുക. വാക്കിലും സംസാരത്തിലും പെരുമാറ്റിയിലും എന്തൊരു വേദനും. അവളവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ചുമ്മാ തലപിടിക്കാത്തൊരു കയ്യൊന്നോട് എന്നാടി മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കും ചോദിച്ചു വിട്. എന്നാടി ഡാച്ചിൻ്റെ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയല്ല ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? ചോദിക്കേണ്ടത് അങ്ങനെയല്ല. മനസ്സിലായില്ല? ആദ്യമായിട്ടത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ആദ്യം അങ്ങനെ മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കുക. 2, പുരുഷനും സ്ത്രീയുമായിട്ട് ജീവിക്കുക. പുരുഷൻ ചെയ്യുന്നത് പലതും സ്ത്രീകൾ ചെയ്യരുത്, സ്ത്രീകൾ ചെയ്യുന്നത് പലതും പുരുഷന്മാർ ചെയ്യരുത്. ഇനി അവിചാരിതമായി ഒരു പുരുഷൻ ഒരു വളിപ്പ് പറഞ്ഞാലും ആ വളിപ്പ് സ്ത്രീകൾ പറയരുത്. അവനൊന്ന് വിശക്കുമ്പം ദാഹിക്കുമ്പോൾ ചിലപ്പോൾ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി ഒരു കരിക്കിട്ട് കുടിക്കും. എത്ര ദാഹിച്ച് വലഞ്ഞാലും ഈ സാരി ഉടുത്തുകൊണ്ട് നീ തെങ്ങ കയറരുത്. തോട്ടി കയറണം, അറുതിട്ടാലും കുഴപ്പമില്ല, കയറരുത്. അത് പെണ്ണത് ചെയ്യരുത്. തട്ടുകടയിൽ പോയിരുന്ന് പെണ്ണ് ഒറ്റയ്ക്ക് വൈകുന്നേരം കാപ്പി കുടിക്കരുത്. അവൻ കുടിച്ചോട്ടെ, എന്നാലും വേണ്ടിയില്ല. അപ്പോൾ സ്ത്രീയായിട്ട് ജീവിക്കണം, പുരുഷനുമായിട്ട് ജീവിക്കണം. ഞാൻ ഭാഗം കൊണ്ട് വിടുക. അപ്പോൾ മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കുക, സ്ത്രീയും പുരുഷനുമായിട്ട് ജീവിക്കുക. 3ാമത്തിലേക്ക് കയറുക, കത്തോലിക്കനായിട്ട് ജീവിക്കുക ആദ്യം. പിന്നാട്ടെ ഭാര്യയും ഭർത്താവൊക്കെ. കത്തോലിക്കനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ആർക്കെങ്കിലും പറയാവോ ഈശോയെ അനുഗമിക്കാൻ കത്തോലിക്കനെ ജീവിക്കട്ടെ ആർക്കേ പറ്റുള്ളൂ എന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ട്.
സുവിശേഷം പരിചയമുള്ള ഞാൻ ഏത് ചോദ്യം ചോദിച്ചാലും ആ സെക്കൻഡ് ഉത്തരം പറയും. ഉത്തരവെല്ലാം സുവിശേഷത്തിൽ കിടക്കുന്നത്. ഞാൻ പഴയ നിയമത്തിലേക്ക് പോവുകയില്ല, വേറെ ഒരു പത്രത്തിലേക്കും പോവുകയില്ല. അപ്പത്തോളം നാട് പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് ഒന്നിലും ഈശോ മിശിഹായെ മാത്രം ഉത്തരിച്ചാൽ മതി. ആരെക്കൊണ്ടേ പറ്റും ഈശോ മിശിഹായെ അനുഗമിക്കാൻ, ജീവിക്കാൻ? ഇതാണ് ഈ സുവിശേഷം പരിചയം. സുവിശേഷം ഈശോയുടെ മനസ്സറിയാവുന്നവരുടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണം, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണം, ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കണം, ക്ഷമിക്കണം, മറക്കണം, പൊറുക്കണം, ഇതെല്ലാം പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് പാര വെച്ചവൻ അനുഗ്രഹിക്കണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈശോ അനുഗമിച്ചുവെന്ന് പറഞ്ഞു. ഛേ, ഇവൻ മാനസിക രോഗിയാണെന്ന് തോന്നടാ. ഇവൻ പറയുന്ന ആരെക്കൊണ്ട് ജീവിക്കാൻ പറ്റുമടാ? ഇവൻ എന്തോ അസുഖം ഉണ്ടല്ലോടാ. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, പാര വെച്ചവൻ അനുഗ്രഹിക്കണമെന്ന്, നിനക്ക് വിരോധമുള്ളവരോട് അതുപോലെ പോയി സഹായിക്കണമെന്ന്, അതങ്ങനെ ജീവിക്കാനുണ്ട്. അവർ വിട്ടുപോയി എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഉടനെ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാനാണ് താല്പര്യം? ശിഷ്യന്മാരോട് ചോദിച്ചത്. പത്രോസ് ആ ചോദ്യത്തിനൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, ചോദ്യമാണ് കൊടുത്തത്. വേറെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അതിനകത്തെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പം ഈശോ ഒരു ഉത്തരം പറഞ്ഞു. എൻ്റെ മക്കള് അത് കടലാശയിൽ നെഞ്ചയിൽ ഒട്ടിച്ചാലും തിരക്കേടില്ല. ഇന്നങ്ങോട്ട് ചെന്ന് വേദപുസ്തകം എടുത്ത് അത് വായിച്ചിട്ട് ഷർട്ടും മുണ്ട് സാരി മാറാവൂ. അതാണ് 65-ാം വാക്യം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കൃപ ലഭിക്കാത്ത ഒരുവനും എൻ്റെ അടുത്തോട്ട് വരില്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും പ്രത്യേകം കൃപ ലഭിക്കാത്ത ഒരുവനും എൻ്റെ അടുത്തോട്ട് വരില്ല. നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ഈ പിതാവിനും പ്രത്യേകം കൃപ ലഭിച്ച ആളാണ്? ഇന്നലെ നാളെ കണ്ണടയിൽ ഞാൻ പ്രത്യേകം കൃപ ലഭിച്ചത് എൻ്റെ ജീവിതശൈലി എങ്ങനെയാണ്? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി അമ്മ തെരേസ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. ഞാൻ സ്വർഗസ്വനായ പിതാവിൽ നിന്ന് പ്രത്യേക കൃപ ലഭിച്ച ഒരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ ജീവിതം അങ്ങനെയാണ്. എൻ്റെ ഈശോയുടെ ഇഷ്ടത്തിൽ കുറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ആണെന്ന് ആലോചിച്ച് നോക്കി. അതെ. അപ്പം ശത്രുക്കളെ സ്നേഹിക്കണം. അടുത്തത് കുരിശ് വഹിക്കണം, സ്വയം പരിത്യജിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഈശോ അനുഗമിക്കുന്നു പറഞ്ഞ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഈസ് രാമദാസ് പറഞ്ഞതുപോലെ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഈസ് കോൺട്രി ടു ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. രാമദാസ് ഒരു പുസ്തകം എഴുതുന്നു, രാമദാസ് സ്പീക്സ് എന്ന് പറഞ്ഞു, ഹൈന്ദവ സംസ്കാരത്തിൽ. അത് വായിച്ചാൽ രാമദാസ് ഈശോയെ മനസ്സിലാക്കിയ ഒരു അംശം പോലും നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഗുരുജീവിതം നോക്കിയിരുന്നിട്ടുണ്ടല്ലോ, എത്ര നാൾ നോക്കിയിട്ടുണ്ട്? നോക്കേണ്ട പോലെ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ഈഴവനതെ നോക്കിച്ച് പറഞ്ഞു തന്നതാ. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഓരോ മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാകമായി വരാൻ കണ്ട വെൺമകൾ തുണ്ടുകൾ പാപം വനിച്ചു പാലിനെ വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്ക നീ. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഒരു മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ പണ്ടിക്ക് മേഘമുഖമാം കുരിശിനെ മുത്തുമാൻ ആരാലിറങ്ങി വരും ചില മാലകായ്മ വരാൻ കണ്ട വെൺമകൾ തുണ്ടുകൾ പാപം വനിച്ചു പാലിനെ വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്ക നീ. ചോവനാ അതെ നോക്കിച്ച് പാടിയത്. അവൻ്റെ കാല് വീട് നീ ഞാൻ വെള്ളം കുടിക്കണം വേണ്ടായോ? കുറെ നാൾ നോക്കിയില്ല ഇതിലോട്ട്. എന്നിട്ട് എന്നാ മനസ്സിലായി? നോക്കേണ്ടവനെ നോക്കണം. ഒറ്റിക്കൊടുത്ത് തള്ളി പറഞ്ഞതിന് ശേഷം താഴ്വരയിൽ വെച്ച് പത്രോസ് ഈശോയെ കണ്ടുമുട്ടി. ഈശോ പത്രോസിനെ കണ്ടുമുട്ടി. പത്രോസ് ഈശോയെ നോക്കി. ഈശോ പത്രോസിനെ നോക്കി. അക്ഷര ഉരിയാടിയില്ല, വെറുതെ നോക്കി. പത്രോസ് ഈ വെന്റ് ഔട്ട് ആൻഡ് സാറ്റ് ഓൺ എ റോക്ക് ആൻഡ് വെപ്റ്റ് ബിറ്റർലി. അവൻ പുറത്തുപോയി ഒരു പാറപ്പുറത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് മുടി വലിച്ചു. അതിനാ ഈശോ തെറിയൊന്നും പറഞ്ഞില്ലല്ലോ, നോക്കിയതേ ഉള്ളൂ. അത് നോട്ടമായിരുന്നു. ആ നോട്ടത്തിലൂടെ കർത്താവിന്റെ ഹൃദയത്തിൽ കിടന്നത് കണ്ണിലൂടെ വന്നിട്ട് അവന്റെ കണ്ണിലൂടെ അവന്റെ ഹൃദയത്തിലോട്ട് കയറി. അവൻ പോയി പൊട്ടിക്കരഞ്ഞു. വിവാഹം കഴിച്ചു മക്കളെയും ഭാര്യയും ഭർത്താവിനെ നോക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല പലപ്പോഴും. ആ നോട്ടത്തിനകത്ത് പിന്നെ എൻ്റെ ജീവിത പങ്കാളിയെ മക്കളെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നോക്കുന്നത് എവിടെയെങ്കിലും ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ, വീട് പഠിച്ചിട്ടുണ്ടോ, വേണ്ടാതിന് അവിധ ബന്ധത്തിന് പോയിട്ടുണ്ടോ, ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ, അനീതി വല്ലതും കാണിച്ചിട്ടുണ്ടോ? അപ്പം ആ നോക്കത്തിൽ എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അവിടെ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞോ? ഇല്ല. കാരണം നോക്കേണ്ടതുപോലെ നോക്കിയില്ല. അതാദ്യം പഠിക്കണം, അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കുക, അത് കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയായിട്ട് ജീവിക്കുക, കത്തോലിക്കനായിട്ട് ജീവിക്കുക. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും അൽമേനിയായാലും തിരുമേനിയായാലും ആരായിരുന്നാലും ഓരോരുത്തരുടെയും ദൈവവിളിയിൽ അവൻ എന്തായിരിക്കണമെന്ന് ദൈവത്തിന് ചില പ്രതീക്ഷയൊക്കെ ഉണ്ട്. തമ്പുരാന് ചില സങ്കല്പങ്ങളുണ്ട്. ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കും. പക്ഷെ ആ ഈശോയുടെ മനസ്സ് വായിച്ചറിയാതെ നമുക്കൊരിക്കലും അവനെ അനുധാവനം ചെയ്യാം. ഈശോ ആരാന്ന് അറിയണം. ഫിലിപ്പോസിന്റെ കേസര പ്രദേശത്ത് ഈശോ ചോദിച്ചു, whom do people say that I am? ഞാൻ ആരാണ് ഈ ജനങ്ങളൊക്കെ? ഈശോ വെറുതെ ചോദിക്കുന്നത്. ഈശോയുടെ ലക്ഷ്യം അതൊന്നും അല്ല. ഈശോ ആരാ മോനെന്ന് വിചാരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അതിപ്പം ചിലർ പറയുന്നുണ്ട് പ്രവാചകന്മാരാണോ, ചിലർ പറയുന്നത് രാമയോനാണെന്ന്, ചിലർ പറയുന്നു ഇത് മറ്റേ പ്രവാചകനാണെന്ന്. ഞാൻ പറഞ്ഞു ഒരുത്തം പറഞ്ഞു അത് ഈശോ ഇതൊന്നും ശരിയല്ല. ഞങ്ങളുടെ അവിടോട്ടൊക്കെ ആൾക്കാർ പറയുന്നത് ആശാരി ഔസേപ്പീഠൻ്റെ മോനെന്നാണ് പറയുന്നത്.
അങ്ങനെ ഒത്തിരി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളുടെ ഉത്തരവെല്ലാം ഞാൻ കേട്ടു, തൃപ്തിയായി. ഇനി എനിക്കറിയേണ്ടത് whom do you say that I am? എനിക്കതാ വേണ്ടത്. നിങ്ങൾ എന്നതാ പറയുന്നത്, എനിക്കതാ അറിയേണ്ടത്. ബാക്കിയുള്ളവർ എന്തും ചിന്തിച്ചോട്ടെ, ഭാര്യ വീട്ടുകാരെ, പത്ര വീട്ടുകാരെ, നാട്ടുകാരെ, വീട്ടുകാരെ കൂടെ അതൊക്കെ എങ്ങനെ ജീവിച്ചോട്ടെ, നിനക്ക് ഞാൻ ആരാ? അതിന് ഇത്രയും പറഞ്ഞത് പത്രോസാ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ നിശ്ചയം ഒരു കാച്ചു നോക്കിയതാ. അത് ഒത്തിരി അതായത് പൊട്ടക്കണ മാവേൽ അറിയുന്ന പോലെ പറഞ്ഞു നോക്കിയതാ. യോനാടെ പുത്രനായ ശമീനെ നീ ഭാഗ്യവാൻ. ദൈവം തമ്പ്രാൻ ഒരു മനുഷ്യന് ഭാഗ്യവാനെന്ന് വിളിച്ചാൽ 1 കോടിയുടെ ലോട്ടറി അടിക്കുന്ന പോലെയല്ല, അതിൽ കൂടി ഭാഗ്യമെന്നതാ. അതെപ്പോഴാ അവൻ്റെ ജീവിതത്തിൽ ഈശോ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈശോ ആരാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോ ആരാന്ന് നമ്മൾ അറിയണമെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 53 പ്രാവശ്യം പറഞ്ഞു വെച്ചത്. ചെറിയ ഉദാഹരണത്തിന് ശമരിയക്കാരുടെ അടുത്തേക്ക് വന്നു, മോളെ ഒരു ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാൻ ഓടി. നീ അവിടെ ഇരിക്കടാ വെച്ചേ, എടാ ഇതിപ്പം ഏകാന്ത നാട് പാടാ, നീ അവിടെ ഇരിക്കാൻ നോക്ക്, നീ വെള്ളം കൊണ്ടുവരാതെ ആവശ്യമുള്ളപ്പം ഞാൻ പറയും മോളെ ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമോ? നിന്റെ വേഷം കണ്ടാൽ നീ യഹൂദനാന്ന് എനിക്കറിയാം, എൻ്റെ വേഷം കണ്ടാൽ ഞാൻ സമരക്കാരിയാന്ന് നിനക്കും അറിയാം. നമ്മൾ തമ്മിൽ യഹൂദനും സമരക്കാരനും പോലെ ഒരു സമ്പർക്കമോ സംസാരമോ ഒന്നും പാടില്ലെങ്കിൽ വെള്ളം ചോദിക്കുക, തരക്കേടില്ലല്ലോ. നീ നിന്റെ വഴിക്ക് പോകാൻ നോക്ക്, ഞാൻ വെള്ളം കുടിക്കേണ്ടി പോകണം. ഈ വെള്ളം കുടിക്കേണ്ടി പോയാൽ നിനക്ക് പിന്നെ ദാഹിക്കും. എന്നോട് ചോദിച്ചാൽ ദാഹിക്കാത്ത വെള്ളം തരാം. ദാഹിക്കാത്ത വെള്ളം എടാ, നിന്റെ പാളയില്ല, കയറില്ല, ബക്കറ്റില്ല, തൊട്ടി നീ കിണറിന് ഇത്ര ആഴമുണ്ട്, നീ എങ്ങനെ ദാഹിക്കാത്ത വെള്ളം തരുന്നത്? നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിച്ചത് ജീവന്റെ ജലം എന്നാൽ അതിൽ തന്നേരെങ്കിലും വെള്ളം തരാൻ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാം. എനിക്ക് ഭർത്താവില്ലല്ലോ, പിന്നെ അങ്ങനെ വിളിച്ചോണ്ട് വരുന്നു. നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്, നിനക്ക് അച്ചാരണം ഇപ്പോൾ അതിൻ്റെതല്ല. നീ ഒരു പ്രവാചകനെന്ന് നീ മനസ്സിലാക്കുന്നു. നീ നിന്റെ വഴിക്ക് പോകുന്ന പറഞ്ഞ് ധ്യാനം കൂടാൻ വന്ന ഈശോ ശ്രദ്ധിക്കാൻ വന്നതാ. നിന്റെ വഴിക്ക് പോകുന്ന പറഞ്ഞ ആദ്യം ആ പെണ്ണ് 3 പ്രാവശ്യം ഈശോയെ ഗുരു എന്ന് സംബോധന ചെയ്യുക. ഇത് ഇപ്പൊ പറയുക പ്രവാചകൻ. ഇവൻ എങ്ങനെയാണ് ധ്യാനം കൂടാൻ പോകേണ്ടത്? ഓരോ നിമിഷവും ശ്രദ്ധിച്ചവരയിലേക്ക് അടുത്തടുത്ത് ധ്യാനഗുരുവിലേക്ക് അടുത്തടുത്ത് വന്നത് കണ്ടോ? നീ നിന്റെ വഴിക്ക് പോകുന്നല്ലേ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഗുരു എന്ന് സംബോധന ചെയ്തു. ഇവൻ വെറുതെക്കാരനെന്ന് മനസ്സിലായി. നീ ഇവരുടെ പ്രവാചകൻ കണ്ടോട്ടെ, ഞാൻ കാണിച്ചു കൂട്ടുന്ന എല്ലാം അവൻ 6 പേരുണ്ടെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എൻ്റെ പരിപാടി എല്ലാം രാത്രിയിലാണല്ലോ, പ്രവാചകൻ ആണെന്ന് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് ഇവൾക്കൊരു സംശയം, എടാ ഇനി ഇവനാണ് ഈ വരാൻ പോകുന്ന ഈശോ എന്ന് പറയുന്നവൻ. ചോദിക്കാൻ പറ്റും, എടാ നീയാണോ ഈശോ? ചോദ്യം ചോദിക്കുകയും ചെയ്യരുത്, ഉത്തരം കിട്ടുകയും ചെയ്യണം. അതിന് വല്ല മാർഗമുണ്ടോ? ചോദ്യം ചോദിക്കുകയും ചെയ്യരുത്, ഉത്തരം കിട്ടുകയും ചെയ്യണം. പുരുഷന്മാരെ നോക്കി ഒരു രക്ഷയില്ല. ഇത് ഇവിടുമാരെ നോക്കിയാൽ ചോദ്യം ചോദിക്കാതെ ഇവിടുമാർ ഉത്തരം പഠിച്ചെടുക്കുക. പെണ്ണുങ്ങളങ്ങനെ നോക്കിയാണേ. രക്ഷകനായ ഈശോ വരുമെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്ന ഇവൻ തന്നെയാണ്. ഉത്തരം കിട്ടിയോ? പറ. ചോദ്യം വല്ല ചോദിച്ചായിരുന്നോ? ഇല്ല. ഒരു ട്രിക്കം കൊണ്ടിറക്കി. പിന്നെ രക്ഷകനായ ഈശോ വരുമെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിന്നോട് സംസാരിക്കുന്ന ഇവൻ തന്നെയാണ്. അവൻ അപ്പോൾ അവൻ്റെ ജോലിയും വിട്ട് വെള്ളം വരാൻ വന്ന ഒരു ബക്കറ്റും വെച്ച് നാട്ടിലേക്ക് വിട്ട് നാട്ടുകാരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അതും മനസ്സിലാക്കിയിരിക്കുക. അപ്പം അങ്ങനെ മനുഷ്യൻ, പുരുഷൻ, സ്ത്രീ, കത്തോലിക്കൻ, അത് കഴിഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കളെ